നമസ്കാരം. ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജിന്റെ എലിമിനേഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ITL World Junior Idol Season 2. കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കണ്ട് ആസ്വദിച്ചത് ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇന്ന് നമ്മുടെ ITL World Junior Idol Season 2 ഈ മ്യൂസിക്കൽ ജേർണിയുടെ വളരെ ക്രൂഷ്യലായ ഒരു ഡേ ആണ്. ഇന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ ഫൈനലിസ്റ്റിനെ. 5 ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ ഷോ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി ലെറ്റ്സ് വെൽക്കം അവർ ഫേവറേറ്റ് ജഡ്ജസ് ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷനിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നത് 5 വ്യത്യസ്തമായ റൗണ്ടുകളായിരുന്നു. ഈ 5 റൗണ്ടുകളിൽ നിന്നും 4 റൗണ്ടുകൾ അവരിവിടെ കോമ്പറ്റ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങി. 5ാമത്തെ റൗണ്ടായ സെമി ക്ലാസിക്കൽ റൗണ്ടിന്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നില്ല. അതിനു പകരം ജഡ്ജസ് അത് എഴുതി നമ്മുടെ മാർക്ക് ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അവരുടെ സെമി ക്ലാസിക്കൽ റൗണ്ടിന്റെ റിസൾട്ട്. ഇന്നത്തെ എലിമിനേഷൻ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇനി നമ്മുടെ എലിമിനേഷൻ പ്രോസസ്സ് നമുക്ക് ബിഗിൻ ചെയ്യാം. ഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അനൂപ് ശങ്കർ. അനുവേട്ടാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു ക്രൂഷ്യലായ ഡേ ആണ്. എങ്ങനെയായിരിക്കും റിസൾട്ട്? ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് അറിയാൻ വേണ്ടി. ഇൻഫാക്ട് ഇപ്രാവശ്യം ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ സാധാരണ ഇവിടെ വരാറുള്ളത് റിസൾട്ടുമായിട്ടാണ്. അതെ. പക്ഷെ ഇന്ന് എനിക്കും യാതൊരു ഐഡിയയും ഇല്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ 4 റൗണ്ടിലെ മാർക്കുകൾ ടാബുലേറ്റ് ചെയ്തിട്ട് അതിൽ 1 to 9 പൊസിഷൻസിന്റെ മാർക്സ് എൻ്റെ കയ്യിലുണ്ട്. സെമി ക്ലാസിക്കൽ റൗണ്ടിന്റെ മാർക്സ് ബോക്സിനകത്താണ്. അതും കൂടി ആഡ് ചെയ്യുമ്പോഴേ ഇതിന്റെ ഒരു ഫൈനൽ സ്കോർ നമുക്ക് കിട്ടുള്ളൂ. നമുക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഓർമ്മയില്ല. അതുകൊണ്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ബിഗ് സസ്പെൻസ് ഫോർ ഓൾ ഓഫ് അസ്. ഇപ്പം ഇതിൽ തന്നെ അരമാർക്കിനും 1 മാർക്കിനും ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. സെമി ക്ലാസിക്കലിന്റെ മാർക്കും കൂടി വരുമ്പോൾ യു വിൽ ഗെറ്റ് എ കറക്റ്റ് പിക്ചർ. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട 9 ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള സെമി ഫൈനലിസ്റ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The 9 stars of ITL World Junior Idol Season 2. നമ്മുടെ പ്രിയപ്പെട്ട 9 കണ്ടസ്റ്റൻസ് 9 പേരും അസലായിട്ട് പാടി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫ്രം അവർ പാർട്ട്. ഇതിൽ 5 പേരാണ് ഫൈനൽസിലേക്ക് പോവുക. ബട്ട് ലെറ്റ് മീ റിമൈൻഡ് യു, നമ്മൾ സെമി ക്ലാസിക്കലിന്റെ മാർക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഇഫ് അറ്റ് ഓൾ എ ടൈ ഹാപ്പൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് യു, 1 മുതൽ 5 സ്ഥാനം വരെ ഉള്ളവയിൽ ടൈ വരികയാണെങ്കിൽ, 1 മുതൽ 4 സ്ഥാനം വരെയുള്ളതിൽ ടൈ വരികയാണെങ്കിൽ 5ാമൻ 5th നമ്പർ എന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കില്ല. ആ 5 പേരാണ്, ആദ്യത്തെ 5 പേരാണ് ഫൈനലിലേക്ക് പോവുക. 5ാം സ്ഥാനത്ത് അഥവാ ടൈ വന്നാൽ 6 പേരായിരിക്കും ഫൈനലിൽ മത്സരിക്കുക. സോ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നു. അനുവേട്ടാ, ഇനി നമുക്ക് വിജേട്ടന്റെ അഭിപ്രായം ചോദിക്കാം. വിജേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാവരും ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത് ഇത്ര പേരായി, 9 പേരോളമായി. ഇനി ഇതിൽ നിന്ന് 4 പേര് പോവും. പിന്നെ അവസാനം അല്ലേ, അങ്ങനെ ഫിൽട്ടർ ചെയ്ത ഒരാളെ, ഏറ്റവും മികച്ച ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സെമി ഫൈനലിലെ ഭാഗമാണ് കണ്ടെത്തേണ്ടത്. അതിനിപ്പോൾ നമ്മൾ 3 പേരും റിസൾട്ടിൻ്റെ സമയത്തും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓരോ റൗണ്ടിൻ്റെ സമയത്തും പാട്ടിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. ആ പാട്ടിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സിനെ കുറിച്ചും ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾക്കറിയുന്ന രീതിയിൽ. അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. അത് റിപ്പീറ്റ് ചെയ്യേണ്ടതിൽ കാര്യമില്ല. അത് മാത്രമല്ല, കൂടുതൽ ഇൻഫർമേഷൻസ് പറയാനുള്ള ഒരു ഭാഷയുടെ അപര്യാപ്തത എന്നെ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇത് നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വാല്യൂ. അല്ലാതെ നമ്മൾ വഴിയിൽ കാണുമ്പോഴോ നമ്മളിവിടെ സംഘം ചേരുമ്പോഴോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് വർത്താനം പറയുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ നിങ്ങൾ ചിരിച്ച് വർത്താനം പറയണം. അതാണ് നമ്മളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്.
അത് പറ്റുമെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലേ? നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ വിൽ ബി പെർഫെക്റ്റ്. അത് എനിക്കും പറ്റിയെന്നുമല്ല, അനൂപിനോ റിമിക്കോ ഒന്നും പറ്റിയെന്നുമല്ല, പക്ഷെ അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു സഹയാത്രികനോടുള്ളൊരു ബഹുമാനവും കൺസിഡറേഷനും വേണം. ഞാൻ മികച്ചതാണ് എന്നുള്ളത് ഓക്കെ, നല്ല കാര്യം തന്നെ. പക്ഷെ മറ്റേയാളും മികച്ചതാണ് എന്നുള്ളൊരു ഒരു പരിഗണന ഉണ്ടെങ്കിൽ ഇത് സാധ്യമാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ബിഹേവിയറിൽ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൺസീവ് ചെയ്യുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാരൊക്കെ കൺസീവ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ ഒരു റൈറ്റ് വേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഗുഡ് ലക്ക്. നന്ദി ബിജേട്ടാ. റിമി ചേച്ചി. എനിക്കും ബിജേട്ടൻ പറഞ്ഞതുപോലെ ഇവരുടെ റിസൾട്ട് എന്ത് തന്നെയായാലും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് ഇവരുടെ കൂട്ടുകാരെക്കാളും ബന്ധുക്കളെക്കാളും ഒക്കെ ഉപരിയായിട്ട് ഇവരുടെ മാതാപിതാക്കളാണ്. അപ്പോൾ അവര് നിങ്ങളെ കഷ്ടപ്പെട്ട് ഓരോ മാസത്തിലും ഇത്രയും ദിവസം അവരുടെ ജോലി തിരക്കും ഒക്കെ മാറ്റിവെച്ച് നിങ്ങളെ ഉയർച്ച കാണാൻ വേണ്ടി, നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി, നിങ്ങളുടെ വളർച്ച കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. അതിനവർക്ക് ശരിക്കും വലിയൊരു നന്ദി നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പകരം മാതാപിതാക്കൾ ചെയ്യേണ്ടത് അവരുടെ എന്തായിക്കോട്ടെ, ചിലവർ ഇന്ന് ഔട്ടാവും, 4 പേര് ഔട്ടായാലും അവരെ സാരമില്ല, ഇത്രയെങ്കിലും എത്തിയല്ലോ, ഇത്രയിലും വന്നല്ലോ, ഇനി ഇത് ജീവിതത്തിന്റെ അവസാനമൊന്നും അല്ല, മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമൊക്കെ കുറച്ച് പരാജയം അറിഞ്ഞാലേ മുന്നോട്ടുള്ള വിജയങ്ങൾ ഭയങ്കര മധുരമാവത്തുള്ളൂ. നിങ്ങൾ 9 പേരും എനിക്ക് ഉറപ്പാണ് നല്ല സിംഗേഴ്സാണ്. ഇനി ഈ 4 പേര് ഔട്ടാവുന്നവരുണ്ടെങ്കിലും 5 പേര് ഇന്നാവുന്നവരുണ്ടെങ്കിലും എല്ലാം 0.5, 0.25 അല്ലെങ്കിൽ മാക്സിമം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആരും ഒരാളെക്കാളും ഭയങ്കര കെങ്കേമ്മമാരല്ല എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. എല്ലാവരും ഈക്വലി ടാലന്റഡ് ആണ്. പിന്നെ അതാത് ദിവസത്തെ പെർഫോമൻസിന്റെ ബേസ് ചെയ്ത് കുറച്ച് മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിച്ചു കാണിച്ചേ. അജലിന് ഒരു ചിരിക്കുറവ്. അങ്ങനെ ശരി. അപ്പൊ സന്തോഷമായിട്ട് നിൽക്കുക കേട്ടാ. താങ്ക് യു ചേച്ചി. അപ്പം അനുപേട്ട. സോ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് നിങ്ങളുടെ സ്കോർസ് അടങ്ങിയിട്ടുള്ള ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ആദ്യം ആരുടെ റിസൾട്ട് ആണ്? This is the first set of marks and ഇത് ഐഷ ഷെറിന്റെയാണ്. To just maintain element of surprise, contestant an envelope open ചെയ്തിട്ട് contestant മാർക്ക് കാണിച്ചു. സോ ഐഷ നോസ് ഹർ മാർക്സ്, പക്ഷെ ബാക്കി ആർക്കും അറിയില്ല. അത് നമുക്ക് അവസാനം അറിയാം. ഓക്കെ, അടുത്ത ഭാഗ്യലക്ഷ്മി. Fiddle. Then comes Grishma. Next is Alina. Next comes Binha Rose.
Mr. Srihari. Ajal Udayan is next. Last but not the least, Sharath. ഒൻപത് പേരുടെയും മാർക്സ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തു. അത് അവർക്കറിയാം അവരുടെ മാർക്സ് എത്രയാണെന്നുള്ളത്. ഇനി നമുക്ക് ഫൈനൽ ടാബുലേഷൻ വേണം. അതിനുശേഷമാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. ബട്ട് ബിഫോർ ദ റിസൾട്ട്സ്, let us take a short break on ITL World Junior Idol Season 2. ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും മഷിയിട്ടാ കാണിയല്ലേ ഈ ഫസ്റ്റ് കിട്ടുന്നവരെയൊക്കെ. അപ്പൊ പറയണം, ഞാൻ കണ്ടില്ലേ, ഞാൻ ആദ്യം ഔട്ടായിട്ട് കണ്ടില്ലേ, ഇപ്പൊ എവിടെയാന്ന് ചോദിക്കണം. സന്തോഷമായില്ലേ മോൾ ഇത്രയും ദൂരം കോമ്പറ്റീഷനിൽ വന്നതിൽ? സന്തോഷം തന്നെ. എന്താ പറയാ, എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. കരയില്ലാന്ന് ഉറപ്പിച്ചിട്ടാ വന്നത്. സോറി, ക്ഷമിക്കണം, ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടിക്കണം.